ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീവ് വ്ലോഗ്സ്. ഇന്ന് നമ്മൾ നമ്മുടെ കുഞ്ഞുമായിട്ടൊരു പാർക്കിലാണ്. ആക്ച്വലി ഈ പുറയിലൊരു ലേഡീസ് സലൂണുണ്ട്. അപ്പോൾ നമ്മൾ സലൂണിൽ വൈഫിനെ അവിടെ കൊണ്ട് വിട്ടേച്ച് വരിക. പുള്ളിക്കാരത്തിന് മുടി വെട്ടാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ക്യാമറ എടുത്ത് കുഞ്ഞിൻ്റെ കുറച്ച് ഫോട്ടോസ് പാർക്കിലെടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇത്തിരി സൗണ്ടൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് കുറച്ച് ഔട്ട്ഡോർ ഫോട്ടോ ടിപ്സ് തരാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഈ വർഷം വീഡിയോസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞാണ്. എന്നിരുന്നാലും ബിഫോർ ന്യൂ ഇയർ നമുക്കൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പം ഇതെൻ്റെ മോനാണ്. നമുക്ക് എന്തായാലും അവൻ്റെ ചെറിയ കുറച്ച് ഷൂട്ട്സൊക്കെ ചെയ്യാം. ഓക്കെ കേസ് ആയിട്ട് നിൽക്കുന്നില്ല കേട്ടോ. കുഞ്ഞു കുട്ടിയായതുകൊണ്ട് വളരെ ഡിഫിക്കൽട്ടാണ്. 1 വയസ്സായിട്ടുള്ളൂ. 13-ാം തീയതി ആയിരുന്നു 1 വയസ്സ്. ഇന്നിപ്പോൾ 19-ാം തീയതിയോ 20-ാം തീയതി 7 ദിവസമായിട്ടുള്ളൂ 1 വയസ്സായിട്ട്. അങ്ങനെ എന്തായാലും കറക്റ്റായിട്ട് നിൽക്കുന്നില്ല. നമുക്ക് ഈ പ്രായത്തിലുള്ള കുട്ടികളെ നമുക്കൊരിക്കലും പോസ് ചെയ്യാനായിട്ട് പാടാണ്. അതുപോലെ ലൈവ് വ്യൂവിലായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത്. ചിക്കുബി ഓക്കെ, നമുക്കപ്പം ഒരു ഷോട്ട് കിട്ടി. ഞാൻ ജസ്റ്റ് ഇൻഫോ ഒന്ന് പറയാം. f1.8 ഞാൻ എടുത്തിരിക്കുന്നത്. ISO 100 1/400/s. ഇപ്പം നമുക്ക് പോസ് ചെയ്യാൻ പറ്റത്തില്ല. 1 ഇയർ ഉള്ള കുട്ടിയാണ്. അവൻ വേറൊരു പോസിലിരിക്കുവാണ്. പൊസിഷനിൽ നമുക്ക് ആ പൊസിഷൻ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാമെന്നേ ഉള്ളൂ. അല്ല പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല 1 ഇയർ ഓൾഡ് കുട്ടിയുടെ കാര്യത്തിൽ. കുറച്ച് ലോ ആയിട്ട് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ നമ്മുടെ വ്യൂ ഫൈൻഡർ തിരിച്ച് നേരെ ആക്കി ഒരു ഗ്രൗണ്ട് ലെവലിലാണ് ഞാൻ എടുക്കുന്നത്. അടിയിൽ ചെറിയൊരു കുറ്റിയുണ്ട്. ഞാൻ അതും കൂടെ നോക്കിയിട്ടാണ് സംഭവം സെറ്റ് ചെയ്തേക്കുന്നത്. ചിക്കുബേ ഇനി നോക്ക് പോനെ. അപ്പോൾ കുഞ്ഞു ഇന്നെടുക്കുവാണോ ബുബു? നീ നോക്കിയേ. ഓക്കെ, ബേസിക്കലി ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ മുഖത്തോടായിരിക്കും നോക്കുന്നത്. നമ്മുടെ ഫോക്കസ് സെറ്റായി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിരുന്നിട്ട് നമ്മുടെ സ്ക്രീനിൽ നോക്കുന്നതിന് പകരം കുഞ്ഞിൻ്റെ മുഖത്തിൽ നോക്കിയിരുന്നിട്ട് എപ്പോഴാണ് നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടുന്നത് അപ്പോൾ ഫോട്ടോ എടുക്കുക. അതേ നടക്കത്തുള്ളൂ നമുക്ക് ഈ ഒരു പ്രായത്തിലുള്ള കുഞ്ഞിനെ കൊണ്ടൊക്കെ. ഓക്കെ, നമുക്കിനി അടുത്ത ചെറിയൊരു ലൊക്കേഷൻ മാറ്റി പിടിക്കാവുന്നേ ഉള്ളൂ. കുഞ്ഞിനെ നമുക്ക് പോസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അടുത്ത ലൊക്കേഷൻ അപ്പോൾ അടുത്ത് വരുവാണ്. ഓരോ ഇതപ്പോൾ ഒരു കമ്പെടുത്ത് തരാം കുഞ്ഞിനെ. ഇത് കണ്ടടാ ഡൂ. എന്നാ മോനെ? ഓ ബില്ലോ. ഓ അയ്യോ, കൈയിടല്ലേ. ഇത് വേണ്ട കുഞ്ഞിന്, ഇത് വേണ്ടേ. കുഞ്ഞവിടെ നിന്ന് കേട്ടോ. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഓക്കെ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ഫോട്ടോ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ചെറുതായിട്ട് അണ്ടർ എക്സ്പോസ്ഡാണ്. എന്നിരുന്നാലും ഓ വീണ്ടും നമുക്ക് ഷോട്ട് കിട്ടിയില്ല. അവന് ഓടി ഓടി നമ്മളെ പറ്റിക്കുവാണ്. ഇല്ല പോനെ. വീടില്ല. കുറച്ച് ഗ്രൗണ്ടോട് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഷോട്ടാണ് ഇത്. നമുക്ക് ഈ ഒരു സ്ക്രീൻ പുറത്തോട്ട് എടുത്താൽ ഇങ്ങനെ ഒരു ഷോട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. കുഞ്ഞേ ഒരു ഷോട്ട് എടുത്തത് കൊള്ളത്തില്ലായിരുന്നു. നെക്സ്റ്റ് ഷോട്ട് നമ്മൾ 1.8 എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഷോട്ട് അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല. ഞാനപ്പോൾ വിചാരിക്കുന്ന ഒരു കുറച്ചും കൂടെ അപ്പർച്ചർ നാരോ ചെയ്യാം. 2.2 ഞാനിപ്പം ഇട്ടേക്കുന്നത്. ഓക്കെ, ഇപ്പം നല്ലൊരു ഷോട്ട് കിട്ടി. നമുക്ക് ഷാർപ്പായിട്ടൊരു ഷോട്ട് കിട്ടി. ഇനി അടുത്തത് അവൻ വിചാരിക്കുന്ന പോഷൻ നടക്കത്തുള്ളൂ. ഇരുന്നൊരു ചാൻസ് കിട്ടി. നമുക്ക് ഇച്ചിരി നെക്സ്റ്റ് ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്യണം. ഷോട്ട് കിട്ടിയാൽ നല്ലൊരു ഷോട്ടായിരിക്കും. ഞാൻ വിചാരിക്കുന്ന ആ ഗ്രീൻ പുല്ല് ഒരു റെഡ് ആക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നീട് പോസ്റ്റിൽ. ചിക്കോ നല്ലൊരു ഷോട്ട് കിട്ടി. ഈ ഷോട്ട് f2.2 ഷട്ടർ സ്പീഡ് 1/100 ISO 100. ഞാനെല്ലാം റോയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ വന്നിട്ടുണ്ട് ക്യാമറ കെട്ടി പിടിക്കാണ്ട്. കണ്ട. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഒരു ചെറിയ ഷൂട്ടായിരുന്നു. ആക്ച്വലി നമ്മുടെ ഭാര്യയുടെ പരിപാടി കഴിഞ്ഞു. അപ്പോഴത്തേക്കിനും ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തുള്ളൂ. എന്നിരുന്നാലും നിങ്ങൾക്കത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതുപോലെ ചെറിയ ചെറിയ ഷൂട്ട്സ് കണ്ടിന്യൂ ചെയ്യാം വിത്ത് നമ്മുടെ ചിക്കു. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ചിക്കുൻ്റെ ബുക്കിൻ്റെ വീഡിയോ